എൻ്റെ പേര് അഭിജിത്ത്. എൻ്റെ പേര് അജിത്ത്. ഞങ്ങൾ രണ്ടുപേരും ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ഇപ്പം എക്സാമും ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സായിട്ട് ആർമിയിലേക്ക് സെലക്ട് ആയി നിൽക്കുകയാണ്. ഇപ്പം ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ആദ്യം എന്ന് പറയുന്നത് എക്സാമാണ്, അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ. ഇപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു കോച്ചിങ് സെൻ്ററാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു നല്ലൊരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ശൗര്യയിലേക്ക് വന്നത്. ഒത്തിരി പേരുടെ അടുത്ത് നിന്ന് റിവ്യൂസ് ചോദിച്ചും യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പം നമ്മളിപ്പം ഏതൊരു സബ്ജക്റ്റിന് വീക്ക് ആണെങ്കിലും, ഇപ്പം മാത്സ് ആയിക്കോട്ടെ, GK അങ്ങനെയുള്ള ഏതൊരു വീക്ക് ആണെങ്കിലും ഇവിടെ ഓരോരുത്തർക്കും അതിൻ്റെതായ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിൽ ടെക്നിക്കലായിട്ടാണ് എനിക്ക് സെലക്ട് ആയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ ട്രേഡിനും എല്ലാ സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലാസ്സുകളെല്ലാം തരുന്നത്. പിന്നെ ഇപ്പം മോശമായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഒരു അറ്റൻഷൻ കൊടുത്തിട്ട് നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എക്സാമിനാണ്. എക്സാം കിട്ടിയിട്ട് നല്ലൊരു മാർക്ക് മേടിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അതേപോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ് നല്ല മാർക്ക് മേടിച്ച് മെറിറ്റ് ലിസ്റ്റ് പേരുണ്ടെങ്കിൽ രണ്ടാമതുള്ള ഫിസിക്കലിൽ നമ്മൾ അപ്രൂവ് ആകത്തുള്ളൂ. അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമ്മൾ എക്സാമിന് കൊടുക്കണം. അതിലുപരി ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ കോച്ചിനോടാണ്. ഞങ്ങൾക്ക് നല്ലതുപോലെയാണ് ഇവിടുത്തെ ഫിസിക്കൽ ട്രെയിനിങ് ശൗര്യ ഡിഫൻസ് അക്കാഡമി തന്നത്. അതുകൊണ്ട് ഫിസിക്കലി ഞങ്ങൾ രണ്ടുപേരും എക്സലൻ്റ് ആണ് ഓടിക്കേറിയത്. അപ്പം അത് ഓടിക്കേറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ പങ്കുള്ളത് ഞങ്ങളുടെ കോച്ചിനാണ്. ഞങ്ങൾക്ക് നല്ലതുപോലെയാണ് ട്രെയിനിങ്ങും ഞങ്ങളുടെ റണ്ണിങ് മൂവ്സും എല്ലാം കറക്റ്റാക്കി തന്ന കോച്ചാണ്. ഹോസ്റ്റലിലാണെങ്കിൽ തന്നെ നൈറ്റ് ക്ലാസ് ഉണ്ട്. അത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹോസ്റ്റലിൽ നൈറ്റ് ക്ലാസ് വെച്ചത്. ഇപ്പം ആരെങ്കിലും ഒരു സബ്ജക്റ്റിന് വീക്കായിട്ടുള്ളവരാണെങ്കിൽ നൈറ്റ് ക്ലാസ്സിന് വന്ന് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചിരുത്തിയാണ് ഇവിടെ പഠിപ്പിക്കാറ്. അപ്പോൾ അത് തന്നെ സാറായാലും മിസ്സായാലും എല്ലാവരും നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു. ഇപ്പം എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർ ഞങ്ങൾക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ കട്ട് ഓഫ് മാർക്കിനെയും കാട്ടി ഒരു 10-15 മാർക്ക് കൂടുതൽ മേടിക്കാനാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഞങ്ങളെ സാറുമാർ പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും ഇപ്പം ഒരു എക്സാമിനാണെങ്കിൽ തന്നെ ഒരു കട്ട് ഓഫിനെയും കാട്ടി ഒരു 15 മാർക്ക് എങ്ങനെ കൂടുതൽ മേടിക്കാം, അങ്ങനെയാണ് ഞങ്ങളിവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളെപ്പോലെ സ്വപ്ന ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശൗര്യയിലൂടെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാവുന്നതാണ്. ഇപ്പം ആപ്ലിക്കേഷൻ കൊടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഓൾ ദി ബെസ്റ്റ്.